അസ്സലാമലൈക്കും കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിപ്പോൾ ഇന്ന് ഒരു ചക്കയും കൊണ്ടുള്ള ഒരു കിണ്ണത്തപ്പം ഉണ്ടാണ് കാണിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ. കുട്ടികൾ വരുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റിയതാണ്. ചക്ക കുറച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈന്തപ്പഴം, ബദാം പരിപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഇവിടെ ഞാൻ ഉള്ളത് കൊണ്ട് എടുത്തതാണ്. ഏലക്കായി, കുറച്ച് തേങ്ങയും വേണം. പിന്നെ മധുരത്തിന് ശർക്കര. ഞാനിവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ അങ്ങനെ മധുരം അങ്ങനെ വലിയ ഇഷ്ടമല്ല എല്ലാവർക്കും. അപ്പോൾ ചക്ക മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് തേങ്ങയും ഏലക്കായും കൊണ്ടിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ശർക്കരപ്പാനി ചക്കയിൽ ഒഴിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഞാൻ ആട്ടപ്പൊടിയാണ് ഇവിടെ എടുത്തേക്കണത്. ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഞാൻ അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് ബാക്കിയുള്ള തേങ്ങ ഇട്ടേക്കണതാണ് കേട്ടത്. പിന്നെ ഈന്തപ്പഴം വെറുതെ അങ്ങോട്ട് പൊളിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ശരിക്കും പറഞ്ഞാൽ മടിയാണ് ഈ മറ്റേ ഇവിടെ കറുകട ഇലയിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണമായിരുന്നുകൊണ്ട് ഞാൻ ആ കറുക വെറുതെ വെള്ളത്തിലേക്ക് ഇട്ടതാണ്. ആ സ്മെല്ല് അടയിൽ കിട്ടിയാൽ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടതാണ് കേട്ടത്. എന്നിട്ട് പരിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇഡ്ഡലിയുടെ കുറച്ചും കൂടെ എടുക്കണം കേട്ടോ, കുറുക്കിയിട്ട്. ഇഡ്ഡലി പരുവത്തിനെക്കാട്ടി കൂടുതലായിട്ട് ഇട്ടിട്ട് ഉള്ള പരുവമാണ് ഞാൻ എടുത്തേക്കണത്. ആവി വരുമ്പോൾ ഇടിയപ്പച്ചമ്പിൽ തന്നെ തട്ടിലൊഴിച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് വെക്കണതാണ് കാണുന്നത്. അങ്ങനെയാണ് വെച്ചത് കേട്ടോ. എന്നിട്ട് നല്ലോണം വേവിക്കുക. ഒരു 10, 12, 13 മിനിറ്റോളം വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഭംഗിക്ക് വേണ്ടിയാണ് ആ ഇല തന്നെ അതിനകത്ത് വെച്ചിട്ട് എടുത്തതാണ് കാണുന്നത്. നല്ല രസമുണ്ടായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അട എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ബദാം ഞാൻ വെറുതെ മുകളിലും അങ്ങനെ വെതറി കൊടുത്തിട്ടാണ് ബദാം അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അസ്സലാമലൈക്കും. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. വളരെ ഇഷ്ടത്തോടെ നിങ്ങളുടെ സ്വന്തം നീന. ബൈ, അസ്സലാമലൈക്കും.